അടുത്ത നമ്മുടെ ഫേവറേറ്റ് റൗണ്ട് ആണ്. സെബക്കുട്ടി എന്താ എതിർപ്പുണ്ടോ? ഇല്ല. പിന്നെ പിന്തുണ ആരാണ്? എക്സ്ക്ലമേഷൻ മാർക്ക് വരുന്നത് സെബക്കുട്ടിയാണ് വരുന്നത്. വിളിച്ചാലോ? വിളിക്കാം. സെബാമോൾ. യെസ്. വെൽക്കം സെബാമോൾ ഓൺ സ്റ്റേജ്. സെബക്കുട്ടി ഭയങ്കര മെച്ചൂർഡ് ലുക്ക് ഒരു വലിയ കുട്ടി. നടത്തത്തിനൊക്കെ ഒരു സന്തോഷം. നല്ല ഡ്രസ് കേട്ടോ. താങ്ക് യു സർ. ഇത് ഏത് കളർ ആണെന്ന് എനിക്ക് അറിഞ്ഞൂടെ. പച്ചയാണോ? പച്ചയാണോ? പേരറിയാത്തൊരു നൊമ്പരത്തെ പച്ചയെന്നാരോ വിളിച്ചു. പച്ചയെന്നാരോ വിളിച്ചു. കടും പച്ച. ചാണക പച്ചയെന്നാരോ വിളിച്ചു. സൂപ്പറായിട്ടുണ്ട് കാണാനൊക്കെ കേട്ടോ. താങ്ക് യു സർ. നടത്തുന്ന ഒരു വിനയാന്യതയായിട്ട് പറയില്ലേ അല്ലേ? അവളൊരു സംഭവമാണ് അല്ലേ? ചിലവർക്ക് നേരത്തെ പക്വത വരും. അതെ അതെ. ചിലവർക്ക് ഒരു പ്രായത്തിലും പക്വത വരില്ല. അങ്ങനെ എന്റെ ഒരു അറിവിലുണ്ട്. എന്നെയാണോ ഉദ്ദേശിച്ചത്? നമുക്ക് 3 പേർക്കും അങ്ങനെ തോന്നിയല്ലേ? പക്ഷെ നമ്മളല്ല. നമുക്ക് എല്ലാവർക്കും തോന്നി റിമിയാ തോന്നി. പിന്നെ സ്വന്തമായിട്ട് പറഞ്ഞ ആദ്യം അല്ലെ പറഞ്ഞേ ഉള്ളൂ. മക്കളെ ഏത് പാട്ടാ? വസന്ത പഞ്ചമി നാൾ. അതിനൊരു കൈയടി. സെലക്ഷൻ ഡീറ്റെയിൽസ് എല്ലാവർക്കും അറിയാം. പറയണ്ടേ? പറഞ്ഞു. പാടിയത് ജാനകിയമ്മ, ലിറിക്സ് ഭാസ്കരൻ മാഷ്, മ്യൂസിക് ബാബുരാജ് മാഷ്, സിനിമ ഭാർഗവി നിലയം, വർഷം 1964. മിടുക്കി. സിനിമ കണ്ടിട്ടുണ്ടോ? ഭാർഗവി നിലയം നീല വെളിച്ചം കണ്ടിട്ടുണ്ട്. പുതിയത് ഭാർഗവി നിലയം കാണണം. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. ഞാനിന്ന് കൊച്ചിലെയൊക്കെ അയ്യോ പേടിച്ചിട്ടാ പോയി കാണുന്നത്. പക്ഷെ എന്താ നല്ല പാട്ടുകള്. താമസം എന്തേ വരുവാൻ. ഓ പിന്നെ ഒരു പാട്ടുണ്ടല്ലോ, അത് ഗംഭീര പാട്ട്. എത്ര പാട്ടുകളാ ബാബുക്കയുടെ മനോഹരമായിട്ടുള്ള പാട്ട്. അപ്പൊ നമുക്ക് നല്ല പാട്ട് കേൾക്കാൻ നമുക്ക് എല്ലാവർക്കും ഒരു ഭാഗ്യം ഇതാ വന്ന് ചേർന്നിരിക്കുകയാണ്. തുടങ്ങാം. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു മാം. എവിടെങ്കിലും ഒരു ശകലം തെറ്റിപ്പോയി എന്ന് കണ്ടോണ്ട് അയ്യോ മൊത്തം പോയി എന്ന് ചിന്തിക്കണ്ട. പോയത് റെഡി റോളിംഗ് 1 2 3 4. വസന്ത പഞ്ചമി നാളിൽ വരുമെന്നൊരു കിനാവു കണ്ടു, വരുമെന്നൊരു കിനാവു കണ്ടു, കിളിവാതിലിൽ മിഴിയും നട്ടു കാത്തിരുന്നു ഞാൻ. വസന്ത പഞ്ചമി
വാസന്ത പഞ്ചമി നാളിൽ വരുമെന്നൊരു കിനാവു കണ്ടു, വരുമെന്നൊരു കിനാവു കണ്ടു. കിളിവാതിലിൽ മിഴിയും നട്ടു കാത്തിരുന്നു ഞാൻ. വാസന്ത പഞ്ചമി നാളിൽ. നൈസ് മോളെ, നൈസ്. സെബക്കുട്ടി എന്ത്? നല്ല രസമായിരുന്നു കേട്ടോ, താങ്ക് യു സർ. കേൾക്കാൻ നല്ലൊരു സുഖം. ഒരു വിസ്പറിങ് ജാനകി അമ്മ. അതായത് സാധാരണ ജാനകി അമ്മയുടെ വോയിസ് ഞാൻ തുറന്നു വരത്തില്ല. സെബ പാടിയത് ഒരു കൊച്ചു കുഞ്ഞി കുരുവി ഇരുന്ന് പാടിയ അതെ. അത് വാസന്ത പഞ്ചമി. ഇത് ഒറിജിനൽ പിച്ചാണോ? ഇത് ഒറിജിനൽ പിച്ചാണോ മോള് പാടിയത്? അല്ല, ആ. ഒരു നോട്ട് കൂട്ടി. ഒരു നോട്ട് കൂട്ടി പാടി. ഈ എന്തിനാണ് ഈ വിസ്പർ ചെയ്ത് പാടിയത്? അതായത് ഈ രഹസ്യം പറയുന്ന പോലെ പാടിയതിനാ? തുറന്ന് പാടായിരുന്നല്ലോ. ഒരു നോട്ടൂടെ കൂട്ടിയിരുന്നെങ്കിൽ കുറച്ചുകൂടെ മോള് പാടി നന്നായിരുന്നു. കുറെ ഭാഗങ്ങൾ നന്നായിരുന്നു, കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് സ്ലിപ്പായി പോയത്. പിന്നെ എനിക്കൊരു സംശയമുണ്ട്, ഒരു സംഗതി ലാസ്റ്റില് അങ്ങനെ ഇല്ലേ, അത് മോളത് പാടിയില്ലേ എന്നൊരു സംശയമുണ്ട്. നമുക്കൊരു ശ്രുതിയും കൂടെ കൂട്ടി ഒന്ന് കേട്ടോ. വാസന്ത വാസന്ത പഞ്ചമി അത് പാടുമ്പോഴേ കുറച്ചുകൂടെ ഉറച്ച് പാടിക്കും, ഒന്ന് തുറന്ന് പാടിക്കും. വാസന്ത വാസന്ത പഞ്ചമി നാളിൽ വരുമെന്നൊരു കിനാവു കണ്ടു, വരുമെന്നൊരു കിനാവു വരുമെന്നൊരു വരുമെന്നൊരു കിനാവു കണ്ടു. സവാഷ് കിളിവാതിലിൽ മിഴിയും നട്ടു സവാഷ് കാത്തിരുന്നു ഞാൻ. സവാഷ്. ഇത് കേൾക്കാൻ എനിക്ക് ഒരു സുഖമുണ്ട്. ഇനി അടുത്ത ഏറ്റവും ടോപ്പ് പോർഷൻ പോകുന്ന ഒരു സ്ഥലമുണ്ടല്ലോ, അത് പാടി. വന്നവൻ മുട്ടി വിളിക്കേ വാതിൽ പൊളി തുറക്കുവാനായി, വളയൊച്ചകൾ കേൾപ്പിക്കാതെ ഒരുങ്ങി നിൽക്കും ഞാൻ. ആരുമാരും വന്നതില്ല, ആരുമാരും അറിഞ്ഞതില്ല, ആരുമാരും വന്നതില്ല, ആരുമാരും അറിഞ്ഞതില്ല. ആഹാ, ആഹാ, വെരി ഗുഡ്, വെരി ഗുഡ്. സ്വപ്നവുമായി കാത്തിരിപ്പു ഞാൻ. മോളെ ഇതാണ് സുഖം. യെസ്. എന്നെ സംബന്ധിച്ച് ഇതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ബ്യൂട്ടിഫുൾ. കേൾക്കാൻ ഒരു പവറുണ്ട്, നല്ല സുഖമുണ്ട്. മറ്റേത് മോള് ലോ പോർഷൻസ്, വാസന്ത പഞ്ചമി, ബാക്കിയെല്ലാം ഒരു തണുത്ത് കിടന്നു. പാടുന്ന കറക്റ്റാണ്, എങ്കിലും രഹസ്യം പറയുന്ന പോലെ തോന്നി. പിന്നെ ആ തുണ്ട് പല്ലവി വാസന്ത പഞ്ചമി നാളിൽ കുറച്ച് സ്ലിപ്പ് വന്നു. പിന്നെ ലാസ്റ്റ് പാടി നിർത്തുന്നത് ഇല്ല, അങ്ങനില്ലേ? വാസന്ത 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 പഞ്ചമി നാളിൽ ആ നാളിൽ. ആരേ അത് തുണ്ടുവല്ലയിലാണോ? ആ. ആ, അങ്ങനെ കുറച്ച് സ്ഥലങ്ങളുണ്ട്, അതൊക്കെ വിട്ടുപോയി. എന്തായാലും ടോട്ടലി ഒരു ബ്യൂട്ടി ഉണ്ടായിരുന്നു. ഒരു ശ്രുതിയും കൂടെ കേറ്റിയിരുന്നെങ്കിൽ എങ്കയോ പോച്ച്. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ. ചേട്ടാ സെബക്കുട്ടി എന്താ സർ? നല്ല ഉഗ്രൻ വോയിസ്, നല്ല സുഖമുള്ള വോയിസ് ആണ് സെബക്കുട്ടിയുടെ. താങ്ക് യു സർ. പക്ഷെ ഇപ്പൊ പറഞ്ഞ പോലെ കുറച്ച് ഓപ്പൺ ആയിട്ട് പാടിയിരുന്നെങ്കിൽ, ഇപ്പൊ ശ്രുതിയും കുറച്ച് കൂട്ടി പാടിയിരുന്നെങ്കിൽ പാടിപ്പിച്ചില്ലേ, അത് നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു കേൾക്കാൻ. പാടുന്നതിന് മുമ്പ് ശ്രദ്ധിക്കണം, ഏത് ശ്രുതിയിൽ എനിക്ക് കുറച്ചും കൂടി പ്രസൻസ് കിട്ടും പാടുമ്പോൾ, അത് ശരിക്കും നോക്കിയിട്ട് വേണം പാടാൻ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇതല്ലേ ഈ 5 മിനിറ്റ് എന്ന് പറയുന്നത്. അത് കേട്ടിട്ടല്ലേ നമ്മൾ ജഡ്ജ് ചെയ്യുന്നത്. അപ്പോൾ അത് ആ കറക്റ്റ് ശ്രുതി സെലക്ട് ചെയ്യണം. പിന്നെ നല്ല പല പല ഭാഗങ്ങളും നല്ല ഭംഗിയായിരുന്നു കേൾക്കാൻ. മോള് പാടിയതിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി. സംഗതികൾ പാടുമ്പോൾ ഒരു ഞാൻ ആദ്യമേ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് ഇപ്പോഴും മുഴുവനായിട്ടങ്ങ് മാറിയിട്ടില്ല. അതിനൊരു ക്ലാരിറ്റി, ആ സംഗതികൾക്കൊരു ക്ലാരിറ്റി വേണം.
അപ്പൊ ആ സ്പീഡ്, ആ സംഗതികളുടെ സ്പീഡ് കറക്റ്റ് ആയിരിക്കണം. ആ ഒരു സ്മൂത്ത് ആയിട്ട് വേണം പാടാനായിട്ട്. ഇങ്ങനെ പാടേണ്ട സംഗതികളുണ്ട്, അപ്പൊ അത് ശ്രദ്ധിക്കുക. ഓരോരോ കാലടി ശബ്ദം കഴിഞ്ഞിട്ട് വരുന്ന ഒരു വാസന്ത പഞ്ചമി നാളിൽ അത് കുറച്ചൊന്ന് സ്ലിപ്പായിട്ടുണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം ആരും വന്നതില്ല, ആരും അറിഞ്ഞതില്ല. താങ്ക് യു അത് വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു കേൾക്കാനായിട്ട്. ബ്യൂട്ടിഫുൾ എന്ന് പറയാനായിട്ട് വേറൊരു കാര്യം കൂടി ഉണ്ട്. ഉപയോഗിക്കുന്ന വോയിസ് ടെക്നിക്ക് മോളുടെ, കാരണം ജാനകിയമ്മ പാടുന്ന പോലെ തന്നെ എനിക്ക് തോന്നി. കാരണം ഹൈപ്പിച്ച് പോകുമ്പോഴും ആ തല ലിഫ്റ്റ് ചെയ്യുന്നില്ല, മുകളിലേക്ക് പൊക്കുന്നില്ല, അല്ലെങ്കിൽ സ്ട്രെയിൻ മുഖത്ത് കാണിക്കുന്നില്ല. ആ ഭാഗം ഒന്ന് കേൾക്കട്ടെ. ആരും വന്നതില്ല. മോളെ തുറന്ന് പാട്. വീണ്ടും വേണ്ട. തുറക്ക് അവിടെ ഒന്നുകൂടെ തുറന്ന് പാടിയിട്ട് പോയാ മതി. ഒന്നുകൂടെ തുറന്ന് പാടിക്ക്. മധുവിന്റെ ദേഷ്യം വന്നതുണ്ടല്ലോ, നിങ്ങൾക്ക് അറിഞ്ഞൂടാ മധുവിന്റെ വേറൊരു മുഖം. ആരും ഓ ഇല്ല. ലോ അല്ല, ആരും അറിഞ്ഞതില്ല. അതെ, പാടിക്ക്. യെസ്. എനിക്ക് ആ ടെക്നിക്കാണ് ഇഷ്ടപ്പെട്ടത്. ആ സ്ട്രെയിൻ ഇല്ല, ഹൈപ്പിച്ച് പോകുമ്പോഴും ചിരിച്ചോണ്ട് തന്നെ ആണ് പാടുന്നത്. ഒരു തല ചെരിക്കുകയോ അല്ലെങ്കിൽ തല ലിഫ്റ്റ് ചെയ്യോ അല്ലെങ്കിൽ ഇങ്ങനെ പിടിക്കുകയോ ആ ഒരു സ്ട്രെയിൻ ഫീൽ ചെയ്യുന്നതേ ഇല്ല മോളുടെ ആ ഭാഗം ഹൈപ്പിച്ച് പാടുമ്പോൾ. ദാറ്റ്സ് വെരി ഗുഡ്, വെരി നല്ല ഉഗ്രൻ ടെക്നിക്കാണ് കേട്ടോ. പിന്നെ അവസാനത്തെ വാസന്ത പഞ്ചമി, ചരണം കഴിഞ്ഞിട്ട് വരുന്ന വാസന്ത പഞ്ചമി ഇങ്ങനെ തുടങ്ങണേ. ആ നോട്ട് ബാക്കിയും കൂടി എനിക്ക് ഫുൾ ലൈൻ. അതെ, ചരണം കഴിഞ്ഞിട്ട് വരുന്ന പല്ലവി അല്ലേ ഇപ്പൊ പാടിയേ? അതിൽ ആ പഞ്ചമിയുടെ നോട്ട് കുറച്ച് മാറിപ്പോയിരുന്നു. അതും കൂടി ഒരു ചെറിയൊരു പ്രോബ്ലം. ബാക്കിയെല്ലാം ഓക്കെ. ഇപ്പൊ ശ്രീകുട്ടങ്ങൾ പറഞ്ഞ കാര്യങ്ങളും ഞാൻ പറഞ്ഞ കാര്യങ്ങളും എല്ലാം ഒന്ന് ശരിയാക്കിയാൽ ഈ പാട്ട് മോൾ ഓൾറെഡി നന്നായിട്ട് പാടുന്നത്. ഇപ്പൊ രണ്ടാമത് പാടിപ്പിച്ചപ്പോൾ ശ്രുതിയിൽ കയറ്റി വെച്ച് പാടിപ്പിച്ചപ്പോൾ നന്നായിട്ട് പാടി. ഇത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് മോൾക്ക് പാടാൻ സാധിക്കും, ഇതിനേക്കാൾ കൂടുതൽ കേട്ടോ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. സെബക്കുട്ടി കൂടുതലൊന്നും പറയില്ല. ഈച്ച് ആൻഡ് എവറി മൈന്യൂട്ട് ഡീറ്റെയിൽസ് അടക്കം മോൾക്ക് ഇപ്പോൾ ഓൾറെഡി കേട്ട് കഴിഞ്ഞു. മോളുടെ പ്ലസ് പോയിന്റും ഇതാണ്, അതായത് എത്ര ഹൈപ്പിച്ച് എത്ര നോട്ട് പോയാലും ഫേസിലെ എക്സ്പ്രഷൻ മാറ്റുന്നില്ല, തല മാറ്റുന്നില്ല, ഇതില്ല. പക്ഷെ എന്നാൽ ചില സമയത്ത് ഇപ്പൊ തുറന്നു പാടുന്ന എം ജി സാർ പറയുമ്പോഴത്തേക്കും ചില സംസാരിക്കുന്നത് മോളുടെ ഒരു പതുങ്ങിയ ക്യാരക്ടർ ആണല്ലോ. ചില പാട്ടുകൾക്ക് നമ്മുടെ ക്യാരക്ടറുമായിട്ട് ബന്ധമില്ലല്ലോ. ചില പാട്ടുകൾ ഇപ്പൊ മോക്കിപ്പം ഏഴിമല പൂഞ്ചോല എന്ന് പറയുമ്പോ മോള് ഏഴിമല പൂഞ്ചോല എന്ന് പാടിക്കഴിഞ്ഞാൽ ആ മ്യൂസിക് ഡയറക്ടർ ആ എഫക്റ്റും ആ ഫീലും അതിന് കിട്ടുന്നില്ല. അല്ലെങ്കിൽ ഇപ്പൊ ആ സിനിമയിലെ തന്നെ മറ്റേ പാട്ടായിക്കോട്ടെ, മറ്റേ പരുമല ചെരുവിലെ പടിപ്പുര വീട്ടിൽ അല്ല, നാളെ ഒരു പ്ലേ ബാക്ക് സിംഗർ ആകുമ്പോ എനിക്ക് ഇങ്ങനെ അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. ചേച്ചിയാണെങ്കിലും ജാനകിയാണോ സുജാ ചേച്ചിയാണോ എല്ലാരും എല്ലാ ടൈപ്പും പാട്ട് പാടിയിട്ടുണ്ട് കേട്ടാ. അപ്പൊ ഇതെല്ലാം പറ്റുന്ന ഒരു സിംഗറാണ്. ഇതിലെ ഭാർഗവി നിലയത്തിലെ ഈ പാട്ട് പോലെ തന്നെ വേറൊരു പാട്ട് നമ്മുടെ മനസ്സിലോട്ട് വരും. चौदवी का चांद हो या आफताब हो, जो भी हो तुम खुदा की कसम लाजवाब हो. चौदवी का चांद हो. മോളെ സൂപ്പർ, ഓൾ ദി ബെസ്റ്റ് കേട്ടോ. നല്ല ഫീൽ ഉണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, നല്ല ശബ്ദവും. Today we are giving you 98 out of 100. Thank you, sir. ആദ്യൊരു ബാബു കപ്പൂക്കുട്ടി. സെബക്കുട്ടി അപ്പൊ ഹാപ്പി ആണല്ലോ? അപ്പൊ ഇവര് പറഞ്ഞ കറക്ഷൻസ് ഒക്കെ മാറ്റി നമ്മൾ പൊളിക്കും. ഓൾ ദി ബെസ്റ്റ്. Thank you. Okay, all the best. Bye bye. വാസന്ത